മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. രാഘവന്മാരും മഹാകപിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധവും മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ. അർക്കധനയനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി. വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കത്തെരുതരെ. കോപതടാകങ്ങ തോർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിറത്തേടുക്ക. മിക്കതും മുക്കയൊടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരെന്നുമുണ്ടെങ്കിലോ വെന്തു പാറാഞ്ഞാൽ പുറത്തു പുറപ്പെടുമന്തകൻ വീട്ടിൽ നയക്കാമനുക്ഷണം. വെന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടുമന്തകൻ വീട്ടിൽ നയക്കാമനുക്ഷണം എന്നതു കേട്ട് അവർ കൊള്ളിയും കൈക്കൊണ്ട് ചെന്ന് തെരുതെരെ വച്ചു തുടങ്ങിയിടിനാൻ. പ്രാസാദ ഗോപുര ഹർമ്മ്യഗേഹങ്ങളും കാശേസ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജിസമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ബുദ്ധിയായി വന്നു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞോ ആർത്തി മുഴുത്തു തെരുതെരച്ചാക്കയും. മാർത്താണ്ഡ ഗോത്രചനാക്കിയ രാഘവൻ കോർത്തുമോർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തും ജയിച്ചതോ എത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്ര ധനുർജാനാഥ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത്ത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു ചിന്ത മുഴുത്തു ദശാനന വീരനും. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളോർ കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിടിനാൻ. തമ്പിയായുള്ള നികുംഭനും മന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടു. കമ്പനൻ താനും പ്രചങ്കനും എത്രയും വമ്പുള്ള യോപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ട് ചെന്നളവ് ഇമ്പം കലർന്നടുത്ത് ആർക്കപിവീരരും. രാത്രിയിൽ ആർത്തങ്ങടുത്തു പുരതോരു രാത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും കോർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും അടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചു മരാമരം തൊറ്റുപോകായ്കയെന്നു ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ
പൊരുതാർ അഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പുക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ വമ്പോഴടുത്താനതു നേരം. അമ്പുകൊണ്ട് ഏറ്റമകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാറതു കണ്ടത് ജംഭാരി നന്ദനപുത്രനും കോപിച്ച് കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പിയെ തുടർന്നങ്ങടുത്താം പ്രചങ്കനും യൂപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചെടുത്താറതു നേരമങ്കതൻ കൗനപന്മാർ മൂവരോടും പൊരുതദീക്ഷീണനായി വന്നിതു. ബാലിതനയനും മൈന്ദനും ആശുവിവിധനുമായി തത്ര മന്ദേത്തരം വന്നടുത്താറതു നേരം. കൊന്നാൻ പ്രചങ്കനെ താരേയനും മധ പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു. ശോണിത നേത്രനെയും മത മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിയിടിനാൻ. നക്തഞ്ചരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചേടിനാൻ. വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിയിടിനാൻ. സുഗ്രീവനും തേരിലമാറു ചാടി വീണ ഉഗ്രതയോടെ അവൻ വിൽകളഞ്ഞിടിനാൻ. ഹരേ ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്ന് ചൊല്ലിടിനാൻ. അർക്കാത്മജാതിയ മർക്കടവീരരും അർക്കാന്വയോത്ഭൂതനാക്കിയ രാമനും ഒക്കെയൊരുമിച്ച് വാരിധിയും കടന്ന് ഇക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാര്യമുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാൻ ഏകാകിയായതും ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായത്. സൽഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. സൽഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. ഭഗവാനെ, വിജ്ഞാനിയാകിയ രാവണലാലിതി വിജ്ഞാപിതനാകിയ ശ്രീശുക മഹാമുനി ശുക്ര മഹാമുനി രാവണനോടുപദേശിച്ചത് എങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രം ഒരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലേ ചെന്നിരുന്ന നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയം എന്നാൽ നിനക്കെടോ. വന്നുകൂടും ജയം എന്നാൽ നിനക്കെടോ. വിഘ്നം വരാതെ കഴിഞ്ഞു കൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും. ബാണതൂണീരചാപ അശ്വരഥാദികൾ വാനവരാലും അജയ്യനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊള്ളുക. എന്നോടു സാദരം അന്തരം എന്നിയെ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ട് രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തതോ തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഹവ്യഗവ്യാതിഹോമായ സൗദ്രവ്യങ്ങൾ തദ്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ച് അതിൽ ശങ്കാവിഹീനമകമ്പുക്ക് ശുദ്ധനായി ധ്യാനം ഉറപ്പിച്ചു. തൽഫലം പ്രാർത്ഥിച്ചു. മൗനവും ദീക്ഷിച്ച് ഹോമം തുടങ്ങിയിടിനാൻ.
വ്യോമമാർഗത്തോളം യുദ്ധമായൊരു ഉദിതമായൊരു ഹോമ ധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടി കൊടുത്തേടന. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞുകൂടിയിടുകിൽ എന്നുമേ നാം അവനോടു തോറ്റേടും മഹാരണേ. ഹോമം മുടക്കുവാനായി അയച്ചേടുക സാമോദമാശു കപികുലവീരരേ. രാജീവലോചനൻ മുന്നം 1,00,000 യോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമതനകാലേ പുരാ ഘോരമാമന്തരം പൃഷ്ഠേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്ന് മന്നിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും ഘോരനായോരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും 3 അടി മണ്ണു ബലിയോടു യാചിച്ച് മൂലോകവും 3 അടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നോർ അസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമൻ ശ്രീരാമൻ ഇവൻ തന്നെ. മാർത്താണ്ഡവംശീയ ദശരഥപുത്രനായി ധാത്രീസുതാവരനാക്കിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതും എന്നു ധരിക്കനീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭാവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കൊണ്ടുപോന്നു വൃത നെല്ലച്ചനാക്കയാൽ മൂട ജലപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമൻ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരത്രയും നാം എനിക്കാനനം വാഴ്ക. തപസ്സനായി മണ്ഡോദരി വാക്കു കേട്ടോരു രാവണൻ ചണ്ഡ പരാക്രമം ചൊന്നാനതു നേരം പുത്രമിത്ര അമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേക്കനായി കാനനേ ജീവിച്ചിരിക്കുന്നതും ഭംഗിയില്ലടോ. ഭാവിച്ചവണ്ണം ഭവിക്കയില്ല ഒന്നുമേ. രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വദേ വാൽമീകി കോകിലം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്ര പ്രഭുവേ നമ. സംഭൂജരായ സജ്ജനങ്ങളെ, ഹനുമാൻ കൊണ്ടുവന്ന ദിവ്യ ഔഷധം ഉപയോഗിച്ചുകൊണ്ട് വാനരന്മാരും രാമലക്ഷ്മണന്മാരും എല്ലാം തന്നെ വളരെ ഉത്സാഹത്തോടെ എണീറ്റു. അപ്പം തന്നെ അവർക്കൊരു ധൈര്യമായി. എന്താണ് ഇനി ഇത് വെറുതെ വിടാം? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇനിയാണ് ഒരടി പറ്റിയാലാണല്ലോ
അതിൽ നിന്ന് നമ്മൾ ഉയരുക. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ജയിക്കുന്നൊരിതുണ്ടെങ്കിലും ഇടയ്ക്ക് ഒരു കൊട്ടു കൊടുക്കുന്നതല്ല എന്നറിയാം. നമുക്ക് തരിക ഭഗവാനാന്ന് മാത്രമേ ഉള്ളൂ, സംശയമൊന്നുമില്ല. അപ്പോൾ പല ആൾക്കാർക്കും ഒരു ഇത് വരും, ഞാൻ എന്തും ജയിക്കും. പക്ഷേ എപ്പോഴും നോക്കിയിട്ടുണ്ടോ, ജീവിതത്തിൽ തകർച്ച വന്ന ആൾക്ക് മാത്രമേ മുന്നേറാൻ പറ്റൂ എന്നാണ്. തകർച്ച ആവശ്യമാണ്. അതാണല്ലോ ഫെയിലിയർ ഈസ് ദി സ്റ്റെപ്പ് ടു സക്സസ് എന്ന് പറയാനുള്ള കാരണം. അതായത് വിജയത്തിൻ്റെ തുടക്കം പരാജയത്തിൽ നിന്നാണ്. ഇല്ലായ്മയിൽ നിന്നേ എവിടേക്ക് എത്താൻ പറ്റൂ? ഉയർച്ചയിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ഔഷധഫലം സിദ്ധിച്ചു. എല്ലാവരും കൂടി യുദ്ധത്തിന് പുറപ്പെട്ടു. അവിടെ മേഘനാഥൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട്. വാനരന്മാരങ്ങനെ അടിച്ച് നിരത്താൻ തുടങ്ങി. അതായത് നമ്മളെങ്ങനെയാണ്, ഒരു ആവേശമാണ്. ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോയി ഇറങ്ങിയ മാതിരി തന്നെയാണ്. അടിച്ച് നിരത്ത് ഒരു ചിന്തയില്ല. ജീവിതത്തിൽ ലക്ഷ്യം മാത്രമാണെന്നാണ് പറഞ്ഞത്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പാടൂ. കാരണം നമ്മുടെ മുന്നിൽ ലക്ഷ്യം പാടൂ. ഇന്ന് പല ആൾക്കാർക്കും ലക്ഷ്യമല്ല. അതാണല്ലോ അർജുനനോട് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞു, ദ്രോണാചാര്യർ അങ്ങകലെ ഒരു വൃക്ഷമുണ്ട്. ഓരോരുത്തരോടും ചോദിച്ചു, കർണനോട് ചോദിച്ചു, അവിടെ എന്താ നീ കാണുന്നത് ചോദിച്ചു. ഞാൻ അവിടെ വലിയൊരു വൃക്ഷം കാണുന്നു. പിന്നെയോ വൃക്ഷത്തിനൊരു കൊമ്പ് കാണുന്നു. പിന്നെയോ അതിലൊരു പക്ഷി ഇരിക്കണം. പിന്നെയോ ആ പക്ഷിയുടെ കണ്ണ് കാണാണ്ട് അതിരിക്കാൻ വയ്യാൻ പറഞ്ഞു. പക്ഷെ അർജുനോട് ചോദിച്ചു, നീ എന്താ കാണുന്നത്? അർജുനൻ നോക്കി, ഞാൻ അങ്ങകലെ ആ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുള്ളൂ. ആ ലക്ഷ്യം മാത്രം. അതന്നെയാണ് ജീവിതം. നമ്മളിപ്പോൾ എങ്ങനെയാണ് അറിയോ, എല്ലാവരുടെയും ലക്ഷ്യം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയോ കഴിഞ്ഞ ഒരു ജോലി കിട്ടണം. ജോലി കിട്ടലല്ല, ശാശ്വതമായ സുഖത്തോടു കൂടിയുള്ള ജീവിതം. അതിന് അവനവനെ തിരിച്ചറിയണം. ബാക്കിയൊക്കെ ശാശ്വതമല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം മുന്നിൽ കാണണം. ലക്ഷ്യം മുന്നിൽ കണ്ടാലേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കൂ. അതന്നെയാണ് അവിടെ. പിന്നെ അവർ വിജയം മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. സീതാദേവിയെ വീണ്ടെടുക്കുക എന്നുള്ള ഒരൊറ്റ ചിന്ത. അതിലങ്ങോട്ട് ചെന്നു മേഘനാഥനെ വധിക്കുകയാണ്. മേഘനാഥനെ വധിച്ചോടുകൂടി ഭയങ്കര ഇതായി. ഇതാരറിഞ്ഞു? രാവണൻ അറിഞ്ഞു. രാവണന് ഭയങ്കര വിഷമായി. അല്ലെങ്കിൽ ഈ രാവണന്മാർ തീർച്ചയായിട്ടും വിഷമിക്കില്ല. എന്നാലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു മനുഷ്യനാണെങ്കിലും ഉണ്ടാവുമല്ലോ ഒരു സെക്കൻഡ്. അതിലെ രാവണൻ തീരുമാനിച്ചു അങ്ങനെയായി പറ്റിയിട്ട് ഹോമം ആരംഭിക്കുക. തല അറുത്തിട്ടാണ് ഹോമം. ഇവിടെ ഹോമം ആരംഭിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണെന്നറിയോ? ആ ഉള്ളിലുള്ള ശൗര്യം കൂട്ടുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മളെങ്ങനെ ചെയ്യണം? നമ്മൾ ഹോമം ചെയ്യല്ല വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പരാജയം വരുമ്പോൾ നമ്മളോട് ആ തല അറുത്ത് ഹോമിക്കുക പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ മാലിന്യങ്ങൾ കളഞ്ഞുകൊണ്ട് വിജയം എന്ന് പറയുന്ന ആ വിജയത്തിലേക്ക് എത്താനുള്ള ആ ഒരൊറ്റ ചിന്തയെ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി നമ്മളെ പരാജയപ്പെടുത്തുന്ന ആ മനംമടുപ്പ്, തന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ള ധാരണ, ക്ഷമയില്ലായ്മ, ഇങ്ങനെ നമ്മുടെ മനസ്സിനെ വിജയത്തിൽ നിന്നും പിന്മാറിക്കുന്ന, വിജയം കൈവരിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന നമ്മുടെ മനസ്സിനെ പിന്നിലേക്ക് എന്തൊക്കെയാണോ വലിക്കുന്നത് അതിനെ നമ്മൾ തകർക്കണം. അതിനാണ് അവിടെ രാവണൻ ഹോമം ചെയ്ത്. ഇവിടെ രാവണൻ ഓരോ തൻ്റെ തലയും അറുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രീരാമചന്ദ്രനെ വിജയിക്കാനാണ്. ശ്രീരാമചന്ദ്രനെ ഈ ഹോമത്തിന് മുമ്പ് രാവണൻ്റെ വിലാപാണ് കാണുന്നത്. അതായത് ആകെ ഒരു മനസ്സാകെ പതറാൻ തുടങ്ങി. ആ പതറിയ മനസ്സിനെ എന്തൊക്കെ കാരണങ്ങളാണോ മനസ്സിനെ പതറിയത് അതിനെ പിച്ചി ചീന്തിക്കൊണ്ട് ഏകാഗ്ര ബുദ്ധി വരുന്നതിന് വേണ്ടി, ഒരൊറ്റ ലക്ഷ്യം വരുന്നതിന് വേണ്ടി, ശ്രീരാമചന്ദ്രനെ വിജയിക്കുന്നതിന് വേണ്ടിയാണ് ആ ഹോമം. അല്ലാണ്ട് തല അറുത്തുള്ള ഹോമം അല്ല അവിടെ ഉദ്ദേശം. നമ്മുടെ ഉള്ളിലുള്ള മനസ്സിൻ്റെ വ്യാകുലതകളെ, യാതനകളെ, വേദനകളെ, സങ്കടങ്ങളെ അതിനെ റൂട്ട് ഔട്ട് ചെയ്യുക, വേരോടെ പിഴുതെടുത്തുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് രാവണൻ്റെ. പക്ഷേ അതും വിജയിച്ചില്ല. ആ യജ്ഞം മുഴുവനും രാക്ഷസൻ കുരങ്ങന്മാരൊക്കെ വന്ന് അടിച്ച് നിരത്തി. അങ്ങനെ രാവണന് എന്തെന്നില്ലാത്ത ഒരു എന്താ പിന്നെ പിടികിട്ടാത്ത അവസ്ഥയാണല്ലോ. അതായത് താൻ ഇത്രയും ബുദ്ധിമുട്ടി തൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടി
ഏകാഗ്രത നഷ്ടപ്പെടുത്തുകയാണ് അവിടെ ചെയ്തത്. അതായത് ഒരു മനുഷ്യൻ പതറി വീണമെങ്കിൽ ആ മനുഷ്യൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തണം. നിത്യജീവിതത്തിൽ പഠിക്കാൻ കുട്ടികൾ ഇരിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്? ഏകാഗ്രത വേണം. ഏകാഗ്രത വേണമെങ്കിൽ എന്ത് വേണം? അപ്പോൾ ഓർമ്മ വേണം, രാവണൻ ഹോമം നടത്തിയത് എന്തിനാ? ഏകാഗ്രത കിട്ടാനാ. അപ്പോൾ ആ രാവണൻ്റെ ഏകാഗ്രതയെ നശിപ്പിക്കാൻ വാനരന്മാരെല്ലാവരും കൂടി അത് തകർത്തു. എന്ന മാതിരി കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോൾ ആ സന്ധ്യയ്ക്ക് സന്ധ്യാദീപമൊക്കെ ചൊല്ലിക്കൊണ്ട് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ പല മായയുടെ രൂപത്തിൽ ഏകാഗ്രത കിട്ടാണ്ടിരിക്കാൻ വേണ്ടി കോളേജിലെ ഓരോ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ചിന്തകൾ, മറ്റുള്ളവർ നിങ്ങൾക്ക് താൽക്കാലിക ആനന്ദം തരുമ്പോൾ അതിൽ പതറിപ്പോകുന്ന കോളേജിലെ കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ തൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏത് പോർഷനാണോ കുട്ടികൾ പഠിക്കുന്നത് ആ പോർഷൻ മാത്രമായിരിക്കണം അവരുടെ മനസ്സിൽ. അല്ലാണ്ട് താൻ കോളേജിലും സ്കൂളിലും പോകുമ്പോൾ അവിടെ ചെലവഴിച്ചിട്ടുള്ള താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള ആ സമയത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും നമുക്ക് നല്ല നല്ല ചാനലുകളുണ്ട്. നല്ല നല്ല ചാനലുകൾ, പല ചാനലുകളും ഇപ്പോൾ കോമ്പറ്റീഷനിൽ തന്നെയാണ്. ഭക്തിപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. ആ ഭക്തിപരമായ ആ കാര്യങ്ങൾ, പ്രത്യേകിച്ചും രാമായണം, ഇതൊക്കെ ഒരു ചാനൽ അങ്ങോട്ട് പ്രക്ഷേപണം ചെയ്യാന്ന് പറഞ്ഞാൽ ആ ചാനൽ ഉദ്ദേശിക്കുന്നതാണ് അറിയോ? ഈ കോടാനുകോടി ഈ ശ്രോതാക്കൾ, കോടാനുകോടി ഈ ദൃശ്യം കാണുന്നവർ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ മാലിന്യങ്ങളെ മാറ്റിയിട്ട് അവർക്ക് ഏകാഗ്രത ലഭിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാമായണത്തിലൂടെ ഇവിടെ രാവണൻ്റെ ആ ഹോമം നശിപ്പിക്കാൻ വേണ്ടി ഏത് തരത്തിലാണോ വാനരന്മാർ എല്ലാവരും കൂടിയിട്ട് ആ ഹോമത്തെ നശിപ്പിച്ചത്, എന്ന മാതിരി ഇന്നത്തെ യുഗത്തിൽ ജീവിക്കുന്ന യാതനകളും വേദനകളും സങ്കടങ്ങളും പരാജയങ്ങളും നിറഞ്ഞ നമ്മളുടെ നിത്യജീവിതത്തിൽ ഈ നമ്മുടെ ഏകാഗ്രതയെ നശിപ്പിക്കാനുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മനുഷ്യൻ്റെ ജീവിതം തന്നെ അതാണ്. ആ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് വരുന്ന ആ നെഗറ്റീവ് എനർജിയെ, ആ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ആ എനർജിയെ മാറ്റിക്കൊണ്ട് ഏകാഗ്രതയുള്ള ആ ശ്രീരാമ മന്ത്രത്തിലൂടെ ആ ഭഗവാൻ എന്ന് പറയുന്ന ആ ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ഇത്തരം ഈ രാമായണ കഥകളൊക്കെ വളരെ ഉത്തമമാണ്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമചന്ദ്രൻ പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി.